ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ്. ഇപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങി എറണാകുളത്തോട്ടോ ട്രെയിൻ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എവിടേക്കാണ് പോകണമെന്ന്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇക്രൂസ് അവിടെ ഒന്നാമത്തെ പിറന്നാളിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എറണാകുളം വരെ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇറങ്ങി 1 മണിക്ക് ബസ് കാത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബസ്സൊക്കെ കിട്ടി, കുഴപ്പമില്ല. നമ്മൾ പോകുമ്പോഴുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ആളുറക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്താണ്. പിന്നെ ബസ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആലപ്പുഴ എത്തി. നമ്മൾ ആലപ്പുഴ പൂങ്കാവ് അതിന് ചർച്ചിൻ്റെ ആ റോഡാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീടെത്താറായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സർപ്രൈസായിട്ടാണ് പോകുന്നത്. സർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം, എന്നാലും ഞങ്ങൾ ഈ സമയത്ത് വരുന്നവർക്ക് അറിയില്ലായിരുന്നു. ഇതാട്ടോ നമ്മുടെ ഇക്രൂസ്. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ എണീച്ച് 2-3 വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ചൂട് പുട്ടും നല്ല കടലക്കറിയും നല്ല പുഴുങ്ങിയ പഴവും ഒക്കെ ആയിട്ട് അടിച്ച് മിന്നി നല്ലൊരു ഫുഡായിരുന്നു രാവിലത്തെ. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉണ്ടായിരുന്നത്, ഞങ്ങൾ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിക്കാൻ പോയതാട്ടോ. ഞാനും സന്തോഷേട്ടനും പിന്നെ നമ്മുടെ തൊട്ടടുത്ത് വേറൊരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കാറിൽ ജസ്റ്റ് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരികെ വന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ കുറച്ച് ലൈറ്റായി. വേണ്ട നമ്മുടെ ഇക്രൂസ് വാവ ചിരിച്ച് കളിച്ചോണ്ട് ഇരിക്കുന്നുണ്ട്, കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ആൾ ചുമ്മാ അങ്ങനെ ചില്ലായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ബർത്ത്ഡേ പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇനി മേടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് കുറച്ച് പരിപാടികളുണ്ട്. പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെങ്കിലും പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റേജ് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാക്കിലേക്ക് നമുക്ക് മറയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. താഴെ ഇരിക്കുന്ന 2 ബോർഡ് നമുക്ക് സ്ട്രൈറ്റ് അടിച്ചിട്ട് അതിൽ ബലൂൺ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളും അവിടുത്തെ പിള്ളേരും ചേട്ടന്മാരും എല്ലാവരും സെറ്റ് ചെയ്ത് ഞങ്ങൾ മറ്റേ ബലൂൺ പമ്പൊക്കെ വെച്ച് വീർപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് നമ്മുടെ ഇക്രൂസിന് കിട്ടിയ ഗിഫ്റ്റ് വണ്ടി കേട്ടോ, തള്ളുവണ്ടി. ആളതിൽ പാട്ടൊക്കെ വെച്ച് വൈബായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഈ സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം സമയമില്ല. അപ്പോൾ തന്നെ ഓൾറെഡി 2 മണിയൊക്കെ ആയി തോന്നുന്നു. 2 മണി ആ സമയമൊക്കെ ആയി. നമുക്കൊരു 5 മണി 6 മണിയൊക്കെ നമ്മൾ പരിപാടിയും തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ തിരക്കിട്ടിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ വീർപ്പിക്കുക, എന്തൊക്കെ ചെയ്യണമെന്ന് സാളൊക്കെ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ഇക്രൂൻ്റെ വക ഉണ്ട്, പാട്ടും കൂത്തും ഒക്കെ ഉണ്ട്. ഡാൻസ് ഒന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് പിന്നെ കുറച്ച് പേര് വണ്ടിയിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ അപ്പുറത്ത് ജസ്റ്റ് കാണാൻ പറ്റും, ഇടയ്ക്ക് അങ്ങോട്ട് തിരിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ആളതിൻ്റെ ബിസി, ഞങ്ങളുടെ തിരക്കിൽ എങ്ങനെയൊന്നും റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് പരിപാടി അടിപൊളിയാക്കണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഫുള്ള് അതിൻ്റെ ഒരു ബിസിയിലായിരുന്നു കേട്ടോ. ഫുള്ള് അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 മണി 4 മണിയാകുമ്പോൾ ഉണ്ടോ നമുക്ക് കാണുന്ന ഈ ഒരു വിധത്തിലാക്കി എടുത്ത് ഞങ്ങൾ. അതിനിടയിൽ ഹാപ്പി ബർത്ത്ഡേയിൽ എച്ചൊക്കെ പൊട്ടിപ്പോയിട്ടോ ഗൈസ്. അത് കുറച്ച് ബുദ്ധിമുട്ടി. നമ്മുടെ ഇക്രൂൻ്റെ ശരിക്കുള്ള പേര് ഇവാൻ കേട്ടോ. ഇവാൻ എന്നാണ് പേര്. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പയ്യൻ്റെ കോസ്റ്റ്യൂം. ഷൂ ഉണ്ട്, സ്യൂട്ടുണ്ട്, കണ്ണാടിയുണ്ട്, വൈറ്റ് ഷർട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇതേട്ടോ നമ്മുടെ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ചേട്ടന്മാർ ലൈറ്റ് സെറ്റ് ചെയ്ത് ഉള്ളൊരു വ്യൂ ആണ്. നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിനി റോഡ് സൈഡ് കാണിച്ചില്ല. ഇതുണ്ടോ നമ്മൾ രാവിലെ കണ്ടില്ലേ ഫോട്ടോസൊക്കെ എടുത്ത ആ വഴി. അപ്പോൾ ഒരു സൈഡിൽ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യും, ആളത് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ട് ഫ്രണ്ടിൽ കുറച്ച് സംഭവങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നോക്കോ, കണ്ടോ ഫ്രണ്ടിൽ ഒരു പൂവിൻ്റെയൊക്കെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ വൈകിട്ട് നല്ല വൈബ് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു 6 മണി 6:30 സമയമായിട്ടുള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് ഇരുട്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയി, ഞാൻ റെഡിയായി സെറ്റായി. ഞാനും വൈഫും എല്ലാവരും കൂടെ പരിപാടി ബാക്കിൽ കണ്ടില്ലേ, നമ്മുടെ ഇവാൻ്റെ ചേട്ടനാണത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നമ്മൾ പയ്യൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേ ബോയ്. അപ്പോൾ ആളുടെ കരച്ചിലൊക്കെ ഉണ്ട്. ആളെ കേട്ടോ ഒതുങ്ങിയിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് നോക്കുന്നുണ്ട് എന്താ സംഭവം, എന്തത് ഇടയ്ക്ക് കരയുന്നുണ്ട്. ആൾക്കെന്താ പിടി കിട്ടുന്നില്ല. പിന്നെ ഷൂ ഒക്കെ എടുത്ത് 2 ഏറ്, അങ്ങോട്ടൊരു ഏറ് ഇങ്ങോട്ടൊരു ഏറ്, കരച്ചിൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടോ ആളിങ്ങനെ ഒരു സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ചേച്ചിയുണ്ട്, പിന്നെ വൈഫും ഉണ്ട്. 2 പേരും കൂടി അതിൻ്റെ ഒരു തിരക്കിലാണ്. ആൾ പിടിച്ച് നിൽക്കില്ല. പിന്നെ അത് ഞാനും എന്ത് ചെയ്തു, വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അവർ എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇറക്കണമല്ലോ. 6 മണിക്കുള്ള പരിപാടി പറഞ്ഞാൽ 6:30 7 മണിയൊക്കെ ആവാറായിട്ടോ. കുറച്ച് ഡിലേ ആയി. നമ്മുടെ കുട്ടൻ്റെ ലാസ്റ്റ് ലുക്ക്.
പിന്നെ പ്രാർത്ഥനയും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ചെറിയൊരു പരിപാടി, പ്രാർത്ഥന പരിപാടിയൊക്കെ ആയിരുന്നു. ആൾ ഗ്ലാസ്സൊക്കെ എടുത്ത് റൗണ്ടിൽ വട്ടത്തിൽ കറക്കുന്നു, തലയിൽ വയ്ക്കുന്നു, അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ആളൊരു കളിയായിരുന്നു. പിന്നെ നമ്മുടെ പരിപാടി സമയമായി. പിന്നെ ആൾ കണ്ണാടി കട്ടറിയുടെ നമ്മുടെ കേക്ക് ഇരിക്കുന്ന അതിൻ്റെ സ്ഥലത്ത് മുകളിൽ കയറി അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളിപ്പോൾ ചിൽ മൂഡിലാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സൂപ്പറായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഇവാൻ്റെ കേക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു 2 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് വന്നിരിക്കുന്നത്. ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിൽ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. കേക്ക് മുറിക്കാൻ അതിൻ്റെ മുന്നേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ആൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടല്ല ഇരിക്കുന്നത്, കേക്ക് മുറിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. കേക്ക് കട്ടിങ്ങിൻ്റെ മുന്നേയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. അപ്പോൾ ആ ഗിഫ്റ്റ് കിട്ടിയില്ല കാറിൽ ആൾക്കാർ ഇരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല ഹാപ്പിയായിട്ട് നല്ല പോസൊക്കെ കൊടുത്ത് ആൾ ഗിയറൊക്കെ തപ്പുണ്ട് തോന്നുന്നു വണ്ടി പോകുന്നതിൻ്റെ. പി ഹോണൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ കുഴപ്പമില്ല, വിഷമമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. കരച്ചിലൊന്നും പിടിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. ഫോട്ടോസ് പിന്നെ അതിൽ ഷെയർ ചെയ്തിട്ടില്ല. കുറേ ഫോട്ടോസ് നമ്മളെടുത്തു. ക്യാമറാമാൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളും എടുത്തു. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കേക്ക് മുറിക്കലാണ്. അത് കുറച്ച് ടൈം പോയിട്ടോ. അത് കുറച്ച് റിലേറ്റീവ്സ് വരാണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ആ കേക്ക് മുറിയുടെ പരിപാടിയൊക്കെ ആവാറായിട്ടോ. അപ്പോൾ എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് പിറന്നാളിൻ്റെ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആൾ നിൽക്കണില്ല, ആൾ ഇങ്ങനെ ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ കേക്ക് മുറിക്കണമല്ലോ. ഏകദേശം പരിപാടിയൊക്കെ ആയി. അപ്പോൾ കേക്ക് മുറിക്കാന്നുള്ള ടൈമായി. എന്തോ ഇക്രോസിന് കേക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതോ മുറിക്കാൻ താല്പര്യമില്ലേ എന്നറിയില്ല. ഇതാ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഫസ്റ്റ് കേക്ക് മുറി നല്ല അടിപൊളിയായിട്ട് നടന്നു. പക്ഷേ ആൾ ഭയങ്കര കരച്ചിലാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും. ആൾ തുടങ്ങിയതിൽ കരഞ്ഞു. ഒരേ കരച്ചിലാണ്. പിന്നെ കുറേശ്ശെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് പിന്നെ ആൾ അവസാനം കുറച്ച് എന്ത് ചെയ്യും സെറ്റായി. ആദ്യം നക്കി നോക്കി, എന്താ ഇക്കൊന്നും വേണ്ട, എന്ത് കേക്കൊന്നും വേണ്ട. നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്ന കേട്ടോ. ആൾ കറുപ്പ് ഷർട്ടിട്ടാണ് നമ്മുടെ ഇക്രുവിൻ്റെ ചേട്ടൻ. പിന്നെ ഇത് അമ്മ, പിന്നെ CG ഉണ്ട്, സോബിൻ ചേട്ടനുണ്ട്. ആളുടെ അച്ഛനാണ് ആ ലെഫ്റ്റിൽ നിൽക്കുന്നത് കേട്ടോ ആൾ. അപ്പോൾ ആളിനെ സമാധാനിപ്പിക്കുകയാണ് കേക്കൊക്കെ കൊടുത്തിട്ടേ. ആൾ കരച്ചിലായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ നിർത്തണമല്ലോ കേക്ക് മുറിയുടെ കരച്ചിൽ. ആൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഇക്രുവിൻ്റെ അമ്മമ്മ കേട്ടോ. അപ്പോൾ കുടുംബത്തോടെ എല്ലാവരും അടിപൊളിയായിട്ടൊരു കേക്ക് മുറി ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞങ്ങൾ പരിപാടി അടിച്ചു പൊളിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ഗാനമേള ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കൊടുക്കാനുള്ള ഒരു തിരക്കായിരുന്നു. എല്ലാവർക്കും മുറിച്ച് കൊടുക്കണമല്ലോ. മമ്മിയൊക്കെ ഇതാണ് മമ്മി കൊടുത്തു. പിന്നെ സിമി കൊടുത്തു, വൈഫ് ആൾ കൊടുത്തു. പിന്നെ കുറേ പേര് ഇങ്ങനെ കൊടുത്തു. ആൾ മേടിക്കുന്നില്ല, എല്ലാവരും കൊടുത്തിട്ടേ ആൾക്ക് മദ്യമായിരിക്കണം. ഇതാണ് ഗോയ്സ് ബർത്ത്ഡേ കേക്ക്. ഞങ്ങൾ വെക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ ഞാൻ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഫസ്റ്റ് ഈവനിങ് കാണിച്ചില്ലേ കുറച്ച് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ അങ്ങനെ നടന്നു വന്നതാണ്. ബൊഫേ ആയിരുന്നുണ്ട് ഫുഡ്. അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറച്ച് എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ എൻട്രൻസ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആളെന്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വോയിസ് കട്ട് ചെയ്ത് കളഞ്ഞു. പരിപാടിയെ കുറച്ച് വിപുലീകരിച്ച് പറയുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. കാരണം നല്ലൊരു ലൊക്കേഷനായിട്ട് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇക്രോസിനെ വെച്ച് ഞങ്ങൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അതേ ചുമ്മാ അങ്ങനെ നടന്നു. നമ്മുടെ ഗാനമേള പരിപാടി പറഞ്ഞില്ലേ, അത് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയിട്ട് അതുണ്ടോ. അപ്പോൾ അടിപൊളി ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു പുള്ളി സോബിൻ്റെ ഫ്രണ്ടാണ്, ആൾ റാപ്പറൊക്കെയാണ്. അപ്പോൾ പാടുന്ന ഇംഗ്ലീഷ് പാട്ടാണ്. പിന്നെ ഞാനത് കട്ട് ചെയ്ത്. പിന്നെ എല്ലാവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏതാ പാട്ടറിയോ? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ആ പാട്ടാട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്രോസിനെ വെച്ച് സോബി ചേട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ പാട്ട് പാടാൻ. ശരിക്കും ഒരു ഗാനമേള പരിപാടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെയുള്ള പാട്ട് പാടുന്ന ചേട്ടന്മാരൊക്കെ വെച്ചിട്ടൊരു അടിപൊളി പരിപാടിയായിരുന്നു. അതിനിടയ്ക്ക് ഞാനും 2 പേര് പാടിയിരുന്നു.
പിന്നെ ഞങ്ങൾ ഇക്രൂസിനൊക്കെ വെച്ച് ചെറിയൊരു ഔട്ടിങ്ങൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി, ഔട്ടിങ് ഫുൾ ബിസി. ഇതാണ് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറല്ലേ. എന്നാൽ ബാക്കും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ കാണിച്ച ആ വഴിയില്ല, ഞങ്ങൾ വഴി കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി എടുത്തതാണ്. അടിപൊളിയായിട്ടെന്ന് വിചാരിക്കുന്നു. ഡ്രൈവർമാരെ നിങ്ങൾ കണ്ടില്ലേ, സിജിയും സോമിയാണ് കേട്ടോ ഡ്രൈവർമാർ. നല്ല സ്പീഡിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും കുറേ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. ഞാനായിരുന്നു വീഡിയോഗ്രാഫി. അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു, ഫുഡൊക്കെ കഴിച്ച് നേരെ സ്ലീപ്പ് ചെയ്യും. കാരണം എന്താ, നല്ല വയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടോ. പിന്നെ കിടന്നുറങ്ങി. ഇതിപ്പോൾ രാവിലത്തെ ഇക്രൂസിൻ്റെ ചെറിയ പരിപാടികളാണ്. ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടൊക്കെയാണ് വെച്ച് കൊടുത്തതിന് ആളുടെ കിടക്കിട്ടത് മെത്ത. പിന്നെ ഗിഫ്റ്റ് കിട്ടി, ഞങ്ങൾ ബലൂൺസൊക്കെ അയച്ച എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഞാനും എല്ലാവരും കൂടി ഇന്ന് ഔട്ടിങ്ങിന് പോയി. അത് കഴിഞ്ഞ് നേരെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടോ. റിട്ടേൺ പോകാനുള്ളൊരു പരിപാടിയിലായിരുന്നു. പക്ഷേ എന്താ ട്വിസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ എത്തിയതും ട്രെയിൻ മിസ്സായി. അതിൻ്റെ ശോകത്തിരിക്കുന്നതാണ് ഞാൻ. തിരിച്ചു വരാം കേട്ടോ. ഇനി 7 മണിക്ക് 7:30 ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഗ്യാപ്പിലെ ട്രെയിൻ, ചെറിയ ഗ്യാപ്പ് ട്രെയിനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വിടാറിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. കുറച്ച് നേരം ഇവിടെ വന്ന് വീണ്ടും ഇക്രൂസിനെ കളിപ്പിച്ചു. നല്ല മഴയായിരുന്നു കേട്ടോ. മഴ അത്യാവശ്യം ഉണ്ടായിരുന്നു, പോകുമ്പോഴും ഉണ്ടായിരുന്നു, വരുമ്പോഴും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് നേരെ എന്ത് ചെയ്തു, തിരിച്ചു രാത്രി. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലെത്തി. 7 മണി 7:30 ട്രെയിന്. പിന്നെ അങ്ങനെ നേരെ റിട്ടേൺ ട്രെയിന് പിടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്കുള്ള പരിപാടി നോക്കി. അതൊന്നും ട്രെയിൻ ഡിലേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ ആലപ്പുഴ സ്റ്റേഷനിൽ വീണ്ടും പോസ്റ്റായിട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പ്രാന്തായി, കാരണം ഉറക്കം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പാലക്കാട് എങ്ങനെ തിരിച്ച് പാലക്കാട് എത്തി. പിന്നെ നേരെ എന്ത് ചെയ്തു, നമ്മുടെ ഓലയിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ പകുതി വഴി എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഓലയുടെ ചാർജ് കഴിഞ്ഞു. എന്നിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും സമയം ഒരു 2-3 മണിയൊക്കെ ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.